ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ 2 ആഴ്ച മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. ഓണത്തിൻ്റെ സീരീസ് കാരണം നമ്മൾ ചെയ്യാതിരുന്നതാണ്. ഇത് നമ്മൾ ട്രിവാൻഡ്രം ലുലു മോളിൻ്റെ തൊട്ടടുത്തുള്ള വേൾഡ് മാർക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന ഓണം എക്സ്പോ കാണാൻ പോയ വീഡിയോ ആണ്. എൻട്രി പാസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ എൻട്രൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഒരു മീനിൻ്റെയൊക്കെ ഷേപ്പിൽ തന്നെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ നേരെ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് സംഭവങ്ങൾ. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഓരോ തരത്തിലുള്ള മീനുകൾ ഇങ്ങനെ ഫുൾ ആ ടാങ്കിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന കാണാൻ തന്നെ നല്ല രസമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുഞ്ഞായിട്ടുള്ള കുറേ മീനുകളുണ്ടായിരുന്നു. ഓരോരോ കളർ, റെഡ്, ഗ്രീൻ, ബ്ലൂ, അങ്ങനെ കുറേ അടിപൊളി നിറത്തിലുള്ള ഓരോരോ ചെറിയ മീനുണ്ടായിരുന്നു. എനിക്ക് ആ ഏരിയ എത്തിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല, ഓരോ ടൈപ്പിലെ വലുതും ചെറുതും ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മിയക്കുട്ടൻ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആദ്യമൊന്നും അതിൻ്റെ അടുത്ത് പോകാൻ സമ്മതിച്ചില്ല. പിന്നെ പതുക്കെ ഞാൻ ഗ്ലാസിൻ്റെ അടുത്തേക്കൊക്കെ കൊണ്ടുപോയി. തൊടാനൊക്കെ പേടിയാണ്, അവളെ ഉപദ്രവിക്കും. തൊടാനൊക്കെ പേടിയായിരുന്നു. എന്നാലും ശരിക്കും അവർ പറയുന്ന പോലെ അണ്ടർ വാട്ടർ ടണൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആ ഒരു കടലിൻ്റെ ഉള്ളിലൂടെ പോകുന്ന പോലത്തെ ആ ഒരു ഫീൽ തന്നെയാണ്. ഇങ്ങനെ ടണൽ പോലെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ അകത്തൂടെ പോകുമ്പോഴത്തേക്കും ഈ മീനുകളുടെ എല്ലാത്തിൻ്റെ നടുവിലൂടെ നമ്മൾ പോകുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അവർ ആ ടണൽ കെട്ടി വെച്ചേക്കുന്ന തന്നെ നല്ല ഭംഗിയായിട്ടാണ്. ആദ്യം എനിക്ക് പേടിയായിരുന്നു. പിന്നെ അത് പതുക്കെ ഗ്ലാസ്സിലോട്ടൊക്കെ തൊടാൻ നോക്കി. അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ഗോൾഡ് ഫിഷ് വാങ്ങി തുറന്നിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ അതിൻ്റെ അടുത്ത് വെച്ചിട്ട് വീഡിയോ എടുത്തു തരാം. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ മീനിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിറയെ കുനുകുനാന്നുള്ള കുട്ടി മീനുകൾ നല്ല ഭംഗിയായിരുന്നു. അതെല്ലാം കൂടെ ഒരുമിച്ച് വന്നിങ്ങനെ ഇരിക്കുന്നതാണ് നല്ല രസമായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗി നേരിട്ട് പോയി കാണുമ്പോഴാണ്. നിറഞ്ഞിങ്ങനെ കിടക്കും, നല്ല രസമാണ് കാണാൻ. എനിക്ക് ഈ ഫിഷസിൻ്റെ ഏരിയയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ടൈപ്പ് മീനിൻ്റെയാണ്. പുട്ട് പോലും ഇരിക്കും, നിറയുണ്ട്. ഒരു ഏരിയയിൽ ആ ടണൽ തുടങ്ങി കുറേ ദൂരം വരെ പിന്നെ ആ ഒരു മീനിൻ്റെതാണ്. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം തന്നെ നമുക്ക് ഈ ടണലിൻ്റെ അടുത്തൂടെ കറങ്ങി നടക്കാനുള്ള ഇതുണ്ട്. അത്രത്തോളം ഓരോ തരത്തിലുള്ള മീനുകൾ ടണലിനകത്തുണ്ട്. കാണാൻ വേണ്ടി ഒരുപാട് കാഴ്ചകളുണ്ട് അതിനകത്ത്.
അവിടെ നമ്മൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും പിന്നെ ഫസ്റ്റ് വരുന്നത് ബുക്സിൻ്റെ ഒരു എക്സ്പോ ആണ്. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരാൾ നമ്മളെ പിടിച്ചു നിർത്തി, ഒരു ചേട്ടൻ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞ് അവരുടെ കുറേ ആയുർവേദിക് പ്രോഡക്ട്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു തരായിരുന്നു. അതിനകത്തൊരു ടാൻ റിമൂവൽ സോപ്പുണ്ട്, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ പറഞ്ഞു. അന്നേരം അത് വൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് മാറ്റം ഉണ്ടെന്നൊക്കെ ആൾ പറഞ്ഞു. ചെറിയൊരു മാറ്റം എന്തോ ഉള്ള പോലെ എനിക്ക് തോന്നി. പിന്നെ അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അതൊന്നും വാങ്ങിയില്ല. പക്ഷേ വേറൊരു സാധനം കാണിച്ചായിരുന്നു, ആൻറ്റി ഡാൻഡ്രഫിൻ്റെ ഷാമ്പൂ. 3 ദിവസം യൂസ് ചെയ്താൽ പിന്നെ വരയില്ല എന്നൊക്കെയാണ് പറയണത്. ഇവിടെ ഈ അച്ചാറിൻ്റെ ഒക്കെ സ്റ്റോളുണ്ട്, അതൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയ ഫുള്ള് ഫാൻസി ഏരിയാസ് ആയിരുന്നു. കമ്മൽ, മാല, എന്തൊക്കെയോ കുറേ സാധനങ്ങൾ. അവിടെ ഒരു സ്റ്റോറി പോയപ്പോഴത്തേക്കും കുറച്ച് കമ്മലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ എടുത്തു. പിന്നെ നീയും ആ സമയത്ത് ടോയ്സിൻ്റെയൊക്കെ ഒരു ഏരിയയിൽ പോയി അവൾക്ക് ആ ബബിൾ ഷൂട്ടർ വേണമെന്ന് പറഞ്ഞ്, വീട്ടിൽ ഓൾറെഡി നല്ല വലിയൊരു ഗണ്ണുണ്ട് അവൾക്ക്. എന്നിട്ട് വീണ്ടും അടുത്ത വേണമെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ നമ്മൾ വാങ്ങി. പിന്നെ നമ്മൾ പോയത് പഴമയുടെ ഓർമ്മകളിലേക്കാണ്. പഴയകാല മിഠായികളെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് നോക്കി ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങി. പിന്നെ നമ്മൾ പോയ അടുത്ത ഏരിയയാണ് ഈ VR ഗെയിം. ആ പോയതിൻ്റെ എഫക്റ്റ് എനിക്കിപ്പോഴും മാറിയിട്ടില്ല. ചുമ്മാ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നതാണ്. പക്ഷേ നന്ദു എന്നെ പിടിച്ച് അതിനകത്തോട്ട് കയറ്റി. സത്യം പറയാൻ ഞാൻ നല്ല പേടിച്ചാണ് ഇരുന്നത്. കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. എനിക്കെടുത്തത് എക്സ്ട്രീം ഹൊറർ ഗെയിമാണ് എടുത്തത്. ആദ്യ സംഭവം അതെല്ലാം ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റാണോ, എല്ലാം ടൈറ്റാണോ എന്നൊക്കെ നോക്കും. അപ്പോഴും ഞാൻ പോണില്ല എന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഒരു എക്സ്പീരിയൻസ് അല്ലേന്ന് കരുതിയിട്ട് എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ആരെങ്കിലും എക്സ്പോ കാണാൻ പോകുമ്പോഴത്തേക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഗെയിമാണ് കേട്ടോ ഇത്, VR ഗെയിം. ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് 199 റുപ്പീസാണെന്ന് തോന്നുന്നു. ഞാൻ എടുത്തതിൻ്റെ കോസ്റ്റ് വന്നിട്ട് 99 തൊട്ടെന്തോ സ്റ്റാർട്ടിങ് ആണ്. ഈ 199 തന്നെ 2 എണ്ണം എടുത്താൽ ഒരു ഗെയിം നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരും. നല്ല തലയിറങ്ങിയായിരുന്നു വെച്ചാൽ നല്ല തലയിറങ്ങിയത്. ഞാൻ വെച്ചാൽ ഞാൻ ഇപ്പോൾ വാള് വയ്ക്കും, അതായത് വാള് വയ്ക്കാൻ വേണ്ടിയിട്ട് വരെയായിരുന്നു. അങ്ങനെ എന്താവെന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഗെയിം ഓവർ കാണിച്ചു. അപ്പോഴത്തേക്കുമാണ് ദൈവമേ ഒരു സമാധാനമായത്, തീർന്നല്ലോ. പിന്നെ ആ സാധനമെല്ലാം തലേന്ന് എടുത്ത് ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് തല വല്ലാതെ വന്നത് കാരണം അവസാനം നീയക്കുട്ടന് കൊണ്ടുവന്ന വെള്ളം ഞാൻ എടുത്ത് കുടിക്കേണ്ട അവസ്ഥയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ അവിടെ നിന്ന് വേറെ വെള്ളം തന്നു, അതൊക്കെ കുടിച്ചു. അതെല്ലാം VR ഗെയിം കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് ആണ് നിങ്ങളീ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല തല ഇറങ്ങി, എനിക്ക് നല്ല തല ഇറങ്ങി. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. ശരിക്കും അതിൻ്റെ അകത്ത് എന്താണോ അത് നമ്മൾ നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ, അത് ഗെയിം കളിക്കുമ്പോഴത്തേക്കും. ആരെങ്കിലും പോവുകയാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫുഡ് കോർട്ടിലോട്ടാണ് വന്നത്. ഇവിടെ നിന്ന് നമ്മളത് ഈ പൊട്ടറ്റോ റോളാണ് വാങ്ങിയത്. ഞാനവിടെ തലയിറങ്ങിയിരുന്നത് തന്നെ പിന്നെ ഹസ്ബൻഡാണ് വന്ന് ഇതിൻ്റെ വീഡിയോ എടുത്തത്. ആദ്യം അവരിങ്ങനെ ആ മെഷീനിൽ വെച്ച് അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ റോളാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ അതിൻ്റെ തന്നെ എന്തോ സോസും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കൊണ്ടു തന്നു. മയോണൈസും സോസും ഒക്കെ ഇട്ട് തന്നു. പിന്നെ ഇതെന്തോ പൊടിയൊക്കെ ഇട്ട് തന്നു, എന്താണോ എന്തോ. അതിനകത്ത് പിന്നെ മയോണൈസും സോസും പിന്നെ ചില്ലി ഫ്ലേക്സും ഇട്ട് തന്നു. എൻ്റെ ആ ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല. നിങ്ങൾക്കത് എൻ്റെ മുഖം കാണുമ്പോൾ അറിയായിരിക്കും. കഴിക്കാൻ പോലും പറ്റണില്ല. പിന്നെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയാണ്. ഭയങ്കര ക്രിസ്പിയൊന്നുമല്ല, എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു ട്രാംപോലിൻ ഇരിക്കുന്നുണ്ട്. അപ്പം നീ അതിനകത്ത് കയറോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ആദ്യമായിട്ടല്ലേ ഇത് കാണുന്നതും. അവളുടെ അടുത്ത് ഞാൻ ഒന്ന് കയറിപ്പോയിട്ട് ചാടാൻ പറഞ്ഞ സമയത്ത് തന്നെ പുള്ളിക്കാരി പോയി 2 ചാട്ടം ചാടിയിട്ട് പിന്നെ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു.
വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ കരുതി ശരി എന്നും പറഞ്ഞ് അവളെയും കൊണ്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇതൊക്കെ വലിയ കുട്ടിയൊക്കെ കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. പിന്നെ നിയേനെ കൊണ്ട് ഈ സ്കൈ വീലിലും ഒന്നിലും കയറാൻ പറ്റില്ല. ഞാൻ നന്ദുവിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് കയറാൻ പറഞ്ഞിട്ട് ആൾ കയറണമില്ല. എനിക്കാണെങ്കിൽ ഒരു തലകറക്കം മാറിയിട്ടുമില്ല. പിന്നെ നീയക്കുട്ടനെ കൊണ്ട് ഇതിൽ കയറാനും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ഇവിടെ നിന്ന് ഇതൊക്കെ കണ്ടു. പിന്നെ അപ്പുറത്ത് കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട്, അതൊക്കെ കളിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഗെയിംസൊക്കെ കളിച്ചു. എൻ്റെ അടുത്ത് ഈ സ്കൈ വീല് കാണിച്ചു തന്നിട്ട് നന്ദു ചോദിച്ചിട്ടുണ്ടായിരുന്നു, പണ്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് അനന്തപുരി ഫെസ്റ്റ് ട്രിവാൻഡ്രത്ത് നടന്ന സമയത്ത് ഇതിൽ കൊണ്ട് കയറിയതാണ്. അന്ന് ഇതുപോലെ ഞാൻ കിളിയായി വന്നതാണ്. അതിൻ്റെ മുകളിൽ കയറി താഴെ ഇറങ്ങി ബോധമില്ലാതെ നടന്നതാണ്. കുറച്ച് നേരം കയറുന്നുണ്ടാന്ന് പുള്ളിക്കാരൻ ചോദിച്ചതാണ് അത് കാണിച്ചിട്ട്. അത് കഴിഞ്ഞതാ നമ്മൾ കയറിപ്പോയ എൻട്രൻസിൻ്റെ നൈറ്റ് വ്യൂ ആണിത്. സംഭവം എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ അക്വ ടണൽ ഷോ തന്നെയാണ്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പോകാൻ ഇഷ്ടമാണെങ്കിൽ പോയി നോക്കുക കേട്ടോ. ഇത് ഒക്ടോബർ 2-ാം തീയതി വരെ ഉണ്ട്. ഇത് നടക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിൻ്റെ അടുത്തുള്ള വേൾഡ് മാർക്കറ്റ് ഗ്രൗണ്ടിലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. ടാറ്റ ബൈ.